എന്തായാലും ഈ ഗൾഫ് മേഖലയിലെ ആക്രമണം രാത്രി ഈ സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ഒരു ശമനമായിട്ടുണ്ടോ എന്നൊരു സംശയം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിലും ആരും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ ആക്രമണം ഉണ്ടാവുന്നതായി പറയുന്നില്ല. പക്ഷേ ഇറാനിലാവട്ടെ ഇസ്രായേലിലാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമണങ്ങൾ അതിരൂക്ഷമായി തുടരുന്ന മണിക്കൂറുകൾ തന്നെയാണ്. ഗൾഫ് മേഖലയിലെ US എയർബേസുകൾ, ഒരുമാതിരിപ്പെട്ട US എയർബേസുകളൊക്കെ ആക്രമിക്കപ്പെട്ടു. ഈ പറയുന്ന ജനവാസ മേഖലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലേക്ക്, മനാമയിലെ അപ്പാർട്ട്മെന്റിൽ, അതിൽ ഒരു US മിലിറ്ററിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു, അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു എന്നൊക്കെ ചില സൂചനകൾ ഇറാനുമായി ബന്ധപ്പെട്ട ചില ഏജൻസികൾ പുറത്തേക്ക് വിടുന്നു. സത്യമാണോ, യാഥാർത്ഥ്യമാണോ, അതോ മനഃപൂർവ്വം ജനവാസ മേഖല ലക്ഷ്യം വെക്കുകയാണോ എന്ന് നമുക്കറിയില്ല. ടെഹ്റാൻ ടൈംസ് എന്ന് പറയുന്നത് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നാണ്. അവരുടെ ഇപ്പോൾ നാളെ രാവിലെ ഇറങ്ങാൻ പോകുന്ന പത്രത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഇറാൻ വാസ് നോട്ട് ബ്ലഫിംഗ് എന്നാണ് അവരുടെ തലക്കെട്ട്. എന്ന് പറഞ്ഞാൽ ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ അവിടെ അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ലക്ഷ്യം വെച്ചാൽ അത് ആ മേഖലയുടെ മുഴുവൻ യുദ്ധമാകും എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇറാൻ വാസ് നോട്ട് ബ്ലഫിംഗ് എന്നുള്ളതാണ് അവരുടെ തലക്കെട്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണെന്ന് പറഞ്ഞാൽ ദ ഇറാനിയൻസ് വാണ്ട് റിന്യൂഡ് US അഗ്രഷൻ വിൽ ട്രിഗർ എ റീജിയണൽ വാർ ആൻഡ് നൗ ഇറ്റ് ഹാസ് എന്ന് പറയുന്നത്. പ്രാദേശികമായി അത് യുദ്ധമായി പരിണമിക്കുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ സംഭവിക്കുന്നതാണ് ടെഹ്റാൻ ടൈംസിൻ്റെ തലക്കെട്ട്. PP ജെയിംസ് സാർ തുടർന്നു. ജെയിംസ് സാർ, ഇവിടെ ഇറാൻ്റെ ഇപ്പോൾ സിൻജാൻ പ്രവിശ്യയിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി ടാർഗറ്റ്സിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ തീമഴ പെയ്യിക്കുകയാണ്. അതേസമയം ഹൈപ്പർസോണിക് മിസൈൽ ഫത്ത-12 ഹൈപ്പർസോണിക് മിസൈലുകൾ, സിജിൽ മിസൈലുകളൊക്കെ ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ ആകാശത്തും അയൺ ഡോം സംവിധാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെ വീഴുന്നുണ്ട്, ആൾനാശം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ കെട്ടിടങ്ങൾക്ക് നാശം ഉണ്ടാക്കുന്നുണ്ട്. ഈ രാത്രി ഇസ്രായേലിനും ഇറാനും നിർണായക രാത്രിയാണ്. എന്തും സംഭവിക്കാവുന്ന രക്തരൂക്ഷിത രാത്രിയുമാണ്. ജെയിംസ് സാർ. ഹാഷ്മി, നമുക്ക് ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ മനസ്സിലാവുന്നത് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യത്തെ സ്ട്രൈക്ക് തന്നെ നടത്തിയത്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കാത്ത രീതിയിൽ 200 യുദ്ധവിമാനങ്ങൾ ഒറ്റയടിക്കാണ് ഇറാനിലേക്ക് തീമഴ പെയ്ച്ചത്. അതിൽ 200 യുദ്ധവിമാനങ്ങൾ എന്ന് പറയുമ്പോൾ F-35C, F-22 റാപ്റ്റർ വിമാനങ്ങൾ, F-16 അടക്കമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് F-35 യുദ്ധവിമാനങ്ങൾ ആ മേഖലയിൽ ഇസ്രായേലിന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. സൗദി അറേബ്യയ്ക്ക് അത് കൊടുക്കാൻ പോയപ്പോൾ ഇസ്രായേൽ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. അതിൽ 500 മിലിറ്ററി കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറാൻ യുദ്ധവിമാനങ്ങൾ വെച്ചുള്ള കളിയേക്കാൾ അവർ ബാലിസ്റ്റിക് മിസൈൽ വെച്ചുള്ള ആക്രമണമാണ് ഇസ്രായേലിലേക്ക് നടത്തിയത്, മറ്റു രാജ്യങ്ങളിലേക്ക് നടത്തിയത്. അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഫത്ത-1 ഫത്ത-2 അത് 10,000 മുതൽ 15,000 കിലോമീറ്റർ വരെ പോകാൻ കഴിയുന്ന ഇതാണ്. ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യത്തിൽ ജൂണിൽ അവർ ഇസ്രായേലുമായി ഏറ്റുമുട്ടിയ ശേഷം ആയിരക്കണക്കിന് മിസൈലുകൾ നിർമ്മിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പരാതി. ഇത് ഞങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് നിർദ്ദേശം വെച്ചത്. അപ്പോൾ ആ തരത്തിൽ ഒരു ഭാഗത്ത് നിന്ന് യുദ്ധവിമാനങ്ങൾ 200 യുദ്ധവിമാനങ്ങൾ ഒറ്റയടിക്ക് 500 മിലിറ്ററി കേന്ദ്രങ്ങൾ ഇറാനിൽ ആക്രമിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന മരണസംഖ്യ ഒന്നും ആയിരിക്കില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ 100 കണക്കിന്, ഇപ്പോൾ 200 എന്നാണ് കണക്കുകൾ, അതൊരു പക്ഷേ 500 1000 ഒക്കെ ആയാലും അത്ഭുതപ്പെടാനില്ല. എന്ന് മാത്രമല്ല, അവരുടെ ആദ്യത്തെ അറ്റാക്ക് തന്നെ ആയത്തുള്ള ഖമനായിയുടെ ഓഫീസും കൊട്ടാരവും ഒക്കെ തകർക്കുന്നതിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഖമനായിയെ വധിക്കുക, ഇസ്ലാമിക ഭരണകൂടത്തെ തകർക്കുക, പുതിയ ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് സൈനിക ആക്രമണം മുന്നോട്ട് പോകും, നീണ്ടു നിൽക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ ഇസ്രായേലിൽ നിന്ന് അമേരിക്കക്കാരോട് ഒക്കെ ഒഴിഞ്ഞു പോകാൻ അവിടുത്തെ അംബാസിഡർ അടക്കമുള്ളവർ പറഞ്ഞത് ഇസ്രായേലിലേക്ക് നല്ല തിരിച്ചടി വരുമെന്നുള്ളത് അമേരിക്കയ്ക്ക് തന്നെ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.